നമസ്കാരം. പ്രധാന വാർത്തകൾ. സംഘടനാ ശക്തി തെളിയിച്ച് SUCI സ്ഥാപന വാർഷിക സമ്മേളനം തൊടുപുഴയിൽ നടന്നു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോടം ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ സമാപിച്ചു. കാട്ട്സ് ആഭിമുഖ്യത്തിലുള്ള ഗ്രീൻ ഫെസ്റ്റിന് സമാപനമായി. വാർത്തകൾ വിശദമായി. SUCI 65ാം സ്ഥാപന വാർഷിക സമ്മേളനം തൊടുപുഴയിൽ നടന്നു. ശക്തി പ്രകടനത്തോടെയാണ് തൊടുപുഴയിൽ സമ്മേളനം നടന്നത്. യുഗത്തിന് ദർശനമേകിയ പ്രകടനത്തെ തുടർന്ന് തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി CK ലൂക്കോസിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം കൃഷ്ണ ചക്രവർത്തി മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ജെയ്സൺ ജോസഫ്, N വിനോദ് കുമാർ, CBC മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോടം ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ സമാപിച്ചു. ഫാദർ ജോസഫ് മുട്ടത്തുവാളയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. പ്രധാന തിരുനാളിനോടനുബന്ധിച്ച് നൂറുകണക്കിന് വിശ്വാസികൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണമുണ്ടായിരുന്നു. പള്ളിയിൽ നിന്നും കിഴക്കേ പന്തലിലേക്കായിരുന്നു പ്രദക്ഷിണം.
ചൊവ്വാഴ്ച പള്ളിയിൽ നിന്നും മങ്ങാട്ടുകാവല കപ്പേളയിലേക്ക് മെഴുകുതിരിയുമേന്തി ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത്. തുടർന്ന് ആകാശവിസ്മയവും ഉണ്ടായിരുന്നു. കാർഡ്സ് ആഭിമുഖ്യത്തിലുള്ള ഗ്രീൻ ഫെസ്റ്റിന് സമാപനമായി. മേടമാസത്തിലെ 10-ാം ഉദയത്തോടനുബന്ധിച്ചാണ് ഗ്രീൻ ഫെസ്റ്റ് എന്ന പേരിൽ വിത്ത് മഹോത്സവം സംഘടിപ്പിച്ചത്. കടാശ്വാസ കമ്മീഷൻ അംഗം പ്രൊഫസർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, മത്തച്ചൻ പുരയ്ക്കൽ, ആന്റണി കണ്ടരിക്കൽ, എം മോനിച്ചൻ, കെ എസ് അജി, എം എൻ ജയചന്ദ്രൻ, ജെയിംസ് ടി മാളിയേക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു കൃഷിക്കാരൻ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് കമ്പോളത്തിൽ കൊണ്ടുപോയി വിറ്റഴിക്കുവാൻ ഒരുപക്ഷെ സാധിച്ചു എന്ന് വരികയില്ല. ഏത് കമ്പോളത്തിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വിലയ്ക്ക് വിൽക്കുവാൻ പറ്റുന്നത് എന്ന് അവർ അറിയണമെന്നില്ല. അതേസമയം തന്നെ ആ കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയും അവർ വന്നു കഴിഞ്ഞാൽ അവരാണ് ഈ നാടിന്റെ മഹനീയമായിട്ടുള്ള സേവനം നടത്തുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കഷ്ടപ്പെട്ട് പാടുപെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് വിറ്റഴിക്കുന്ന ഒരു കമ്പോളം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് തൊടുപുഴയിലെ കാർഡ്സ് നമുക്കറിയാം, കേരളത്തിലാകമാനം അറിയപ്പെടുന്ന മാതൃകാപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ്. കൃഷിക്കാരൻ അവന്റെ ഉൽപ്പന്നങ്ങളുമായി കാർഡ്സിലേക്ക് കടന്നു വന്നാൽ ആത്മവിശ്വാസത്തോടുകൂടി ഇത് എന്റെ സ്ഥാപനമാണ്, എന്റെ സ്വന്തം സ്ഥാപനമാണ്, എന്നെ കബളിപ്പിക്കാത്ത എനിക്ക് ആശ്രയിക്കാവുന്ന സത്യസന്ധമായി ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അവർ ചേനയുമായോ കാച്ചിലുമായോ കപ്പയുമായോ മറ്റു നന്ദിയൽ സാധനങ്ങളുമായോ മറ്റു ഉൽപ്പന്നങ്ങളുമായിട്ടോ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്കറിയാം. മികച്ച കാർഡ്സ് യുവ ജൈവശ്രീ ബാലകർഷക അവാർഡ് വണ്ണപ്പുറം സ്വദേശി പോൾ ചിറ്റേറ്റുകുടിക്ക് ചടങ്ങിൽ ഫാദർ ജോസ് മോനിപ്പള്ളി സമ്മാനിച്ചു. 10,000 രൂപയുടെ അവാർഡും ബഹുമതി പത്രവുമാണ് അവാർഡായിട്ട് നൽകുന്നത്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ലൂണ റബേഴ്സാണ്. കഴിഞ്ഞ വർഷം ഹൈസ്കൂളായി ഉയർത്തിയ കാഞ്ഞിരമറ്റം ഗവൺമെന്റ് സ്കൂളിന് SSLC പരീക്ഷയിൽ 100% വിജയം. പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും ഉപരിപഠനത്തിന് അർഹരായി. കഴിഞ്ഞ വർഷവും മുഴുവൻ കുട്ടികളും ഉപരിപഠനത്തിന് അർഹരായിരുന്നു. രണ്ടാമത് അറക്കുളം വാലി കൺവെൻഷനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഏപ്രിൽ 26 മുതൽ 28 വരെ മൂലമറ്റം ഇന്ദ്രനീലം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻ ഡോക്ടർ KG ഡാനിയൽ ഉദ്ഘാടനം ചെയ്യും. സംഘാടകരായ റവറൻ PJ ജോസഫ്, KO ജോർജ്, ജോസ് ആലപ്പാട്ട്, ജോൺസൺ ഡാനിയൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. മലനാടിൻ്റെ അപ്പോസ്തലനായ റവറൻഡ് ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ പാദസ്പർശനത്താൽ അനുഗ്രഹിക്കപ്പെട്ട അറക്കളം വാലിയുടെ സമീപ ഇടവകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 2013 ഏപ്രിൽ മാസം 26 മുതൽ 28 വരെ മൂലമറ്റം ഇന്ദ്രനീലം ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്ന രണ്ടാമത് അറക്കളം വാലി കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. മൂലമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഇന്ദ്രനീലം ഓഡിറ്റോറിയത്തിൽ ഈസ്റ്റ് കേരള മഹാടവക വൈദ്യ സെക്രട്ടറി റവറൻ PJ ജോസഫിൻ്റെ അധ്യക്ഷതയിൽ CSI ഈസ്റ്റ് കേരള മഹാടവക അധ്യക്ഷൻ റൈറ്റർ ഡോക്ടർ KG ഡാനിയൽ തിരുമേനി ഈ കൺവെൻഷന് ഉദ്ഘാടനം ചെയ്യുന്നതാണ്.
ബ്രദർ ജോർജ് ഉമ്മൻ, ബ്രദർ റോയ് തടിയൂർ, ബ്രദർ രാജു പുതുപ്പള്ളി എന്നിവർ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വചനപ്രഘോഷണം നടത്തപ്പെടുന്നതാണ്. വൈകിട്ട് 6 മണിക്ക് ഗാനശുശ്രൂഷ ആരംഭിക്കും. 7 മണിക്ക് ആരാധനയോട് ചേർന്ന് വചനശുശ്രൂഷയും കൃത്യം 9 മണിക്ക് യോഗങ്ങൾ അവസാനിപ്പിക്കുന്നതുമാണ്. അതിനെ തുടർന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും വാഹന ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള തൊടുപുഴ യൂണിറ്റ് പൊതുയോഗം 25-ന് രാവിലെ 10-ന് അർബൻ ബാങ്ക് ഹാളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംഘടനാ ശക്തി തെളിയിച്ച് SUCI സ്ഥാപന വാർഷിക സമ്മേളനം തൊടുപുഴയിൽ നടന്നു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോടം ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ സമാപിച്ചു. കാട്ട്സ് ആഭിമുഖ്യത്തിലുള്ള ഗ്രീൻ ഫെസ്റ്റിന് സമാപനമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.